ജീസസ്. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്ന ഒരു ദിവസം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. ആയുസ്സോടെ ആരോഗ്യത്തോടെ ഒരു പ്രാർത്ഥനയും കൂടി ഈ ഭൂമിയിൽ സംബന്ധിപ്പാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും എളിയവരായ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. രാത്രി ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരും ബലപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദിവസമായി നമ്മെ നടത്തിയ കർത്താവിന്റെ സ്നേഹത്തിന് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പനിമിഷങ്ങൾ ദൈവവചനം ധ്യാനിക്കാം പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കർത്താവിന്റെ സന്നിധിയിൽ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ ചില വേദഭാഗങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായി രാത്രി വായിച്ചത്. വേദഭാഗങ്ങളിൽ നിന്ന് രാത്രിയിലും ദൈവഹിതമെങ്കിൽ അടുത്ത ദിവസങ്ങൾ ഒരുമിച്ച് നമുക്ക് ദൈവവചനം പങ്കുവെക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. അതിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ, വേഴ്സ് 35 to 39 ആരെങ്കിലും ഒരാളൊന്ന് വായിച്ച് സഹായിക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാൽ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അത് പൗലോസിന്റെ ഒരു ഉറപ്പാണ്. ഞാൻ ഉറച്ചിരിക്കുന്നു. അധ്യായം അവസാനിപ്പിക്കുന്നത് തന്നെ ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ വേദഭാഗങ്ങളിൽ ദിവസങ്ങൾ നമ്മുടെ ദൈവസന്നിധിയിലെ ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങിയ ഒരു ഉപവാസ പ്രാർത്ഥന കൂടെയാണല്ലോ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ദൈവവചനത്തിലൂടെ ശക്തമായി സംസാരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊക്കെ കാണാതെ അറിയാവുന്ന ചില വാക്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തയ്ക്കായി നമ്മൾ വായിച്ചത്. റോമാലേഖനം വളരെ ശ്രദ്ധേയമായ ലേഖനങ്ങളിൽ ഒന്നാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് റോമാലേഖനം. ശ്രദ്ധേയമായ ഒരു ലേഖനമാകാൻ കാര്യം ലോകത്തൊരു വലിയ ഉണർവിന് ചുക്കാൻ പിടിച്ച ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഉണർവുകളിൽ ഒന്നാണ് മാർട്ടിൻ ലൂതറിലൂടെ നടന്ന 17-ാം നൂറ്റാണ്ടിലെ ഉണർവ്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ? പെന്തക്കോസ്ത് നവീകരണം ഉണ്ടായ കാലത്തിന് മുൻപ് നടന്ന വലിയ ഉണർവ്. യൂറോപ്പിൽ ആരംഭിച്ച മാർട്ടിൻ ലൂതർ എന്ന, ജോൺ വെസ്ലി എന്ന, സ്വിംഗ്ലി എന്ന, കാൽവിൻ എന്ന ശക്തരായ ദൈവദാസന്മാരെ ഒരു കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചു. സഭയിൽ നടന്ന അനാചാരങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധം, കുരിശുയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം, പ്രവൃത്തികളാൽ അല്ല നീതീകരണം, വർക്ക്സ് ആർ നോട്ട് ബൈ ജസ്റ്റിഫിക്കേഷൻ, മറിച്ച് ദൈവത്തിന്റെ സ്തോത്രം വിശ്വാസമാണ് നീതീകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പഠിപ്പിച്ച് സഭകളെ ഒരു നവീകരണത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു കാലഘട്ടം മാർട്ടിൻ ലൂതർ എന്ന ദൈവ മനുഷ്യന്റെ കാലഘട്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഒരു സ്തോത്രം ചെയ്യും. നമ്മളൊക്കെ ഇത്ര ഒരു ആത്മീയ ഉണർവിലേക്ക് സഭകൾ വളർന്നു വരാൻ ദൈവം മുഖാന്തരമായി ഉപയോഗിച്ച വ്യക്തിത്വങ്ങളിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. ആ സഭയിൽ വലിയൊരു നവീകരണത്തിന്, ഒരു നവോത്ഥാനത്തിന് ദൈവം തന്നെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. പ്രവൃത്തികളല്ല രക്ഷയുടെ അടിസ്ഥാനം, മറിച്ച് ഹൃദയത്തിലുണ്ടാകുന്ന വിശ്വാസമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു വർക്കുകളുമല്ല നമ്മെ നീതീകരിക്കുന്നത്, മറിച്ച് ഒരു മനുഷ്യന്റെ ദൈവസന്നിധിയിലുള്ള വിശ്വാസമാണ് നീതീകരിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തമാണ് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതെന്ന് ലോകത്തോട് അഭിമാനത്തോടെ ബൈബിൾ ഉയർത്തി വിളിച്ചു പറയുവാനിടയായി തീർന്നു. അതിന് മുഖാന്തരമായി തീർന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. റോമാലേഖനത്തിൽ എഴുതിയ ഒരു വാക്യമുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. എവിടാന്നറിയാമോ? യെശയ്യാവിലല്ല. രണ്ട് പുസ്തകങ്ങളാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. മൈ റൈച്ചസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിലാണ് നമ്മൾ അത് കാണുന്നത്. 2-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പം ദർശനത്തിന് ഒരു പലക എഴുതി വെക്കുക എന്ന് ഹബക്കൂക്കിനോട് ദൈവം പറയുക. സകലരും കാണുക, അത് വായിക്കേണ്ടതിന് എഴുതി വെക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, താമസിക്കില്ല. ഇത് പറഞ്ഞിട്ട് താഴോട്ട് ആ ദൈവ മനുഷ്യൻ ഇങ്ങനെ എഴുതുക, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അതേ വാക്യം എടുത്തെഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. റോമാലേഖനത്തിലും ആ വാക്യം പരിശുദ്ധാത്മാവ് എടുത്തെഴുതി. 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിക്കും. റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം ഒരു നവീകരണത്തിന് ആരംഭം കുറിച്ച വാക്യമാണത് കേട്ടോ. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 17 ഒന്ന് വായിച്ചു.
ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. വെളിപ്പെടുന്നു. വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഈ വാക്യമാണ് മാർട്ടിൻ ലൂഥറിനെ പിടിച്ചു കുലുക്കിയത്. നീതിമാൻ വിശ്വാസത്താൽ, പ്രവർത്തികളല്ല, മറിച്ച് വിശ്വാസമാണ് ഒരു ദൈവമനുഷ്യനെ ചലിപ്പിക്കുന്നത്. ഒരു വലിയ ഉണർവിന് തുടക്കം കുറിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു മനോഹര ലേഖനമാണ് റോമാലേഖനം. മാർട്ടിൻ ലൂഥറിന്റെ ഉണർവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനിയും നാളെ മുതൽ നിങ്ങളുടെ മനസ്സിൽ ഈ ലേഖനം വരണം. കാരണം ഈ ലേഖനത്തിന്റെ തുടർച്ചയായ വായനകളാണ് ആ മനുഷ്യരെ, കാൽവിനെ, സ്വിംഗ്ലിയെ ഒക്കെ മറ്റൊരു തലത്തിൽ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ഈ ചിന്തകളൊക്കെ അവരുടെ മനസ്സിലേക്ക് വന്നത് ഈ ലേഖനത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹൃദയത്തിലുണ്ടാകുന്ന വിശ്വാസമാണ് ഒരു മനുഷ്യന്റെ ശക്തിയെന്നും ആ വിശ്വാസമാണ് ഒരു മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതെന്നും ആ വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ കഴുകപ്പെടുന്നതെന്നും ആ വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നതെന്നും ഈ റോമാലേഖനത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പദമുണ്ട്, നീതീകരിക്കുന്നവനെ തേജസ്കരിക്കുന്ന ഒരു ദൈവം. അതൊരു അടുത്ത ലെവലാണ്. അടുത്ത നാളുകളിൽ നമ്മൾ പ്രാപിക്കാൻ പോകുന്ന ഒരു അനുഭവമാണ്. നീതീകരണം ഈ ലോകത്തിൽ അവസാനിക്കും, പക്ഷെ ആ നീതീകരണം നമ്മളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് തേജസ്കരണത്തിലാണ്. ആ തേജസ്കരണത്തെ കുറിച്ച് യോഹന്നാൻ എടുത്തു പറയുക. എന്താ തേജസ്കരണം? കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെയാകും, അവനെ പോലെയാകും. അതാ തേജസ്കരണം. നാം ദൈവത്തിന്റെ തേജസ്, ആ കർത്താവിന്റെ തേജസ് നമ്മൾ പ്രാപിക്കുന്ന പ്രക്രിയയാണ് ഗ്ലോറിഫിക്കേഷൻ. ദൈവത്തിന്റെ സ്തോത്രം. നീതീകരണം ജസ്റ്റിഫിക്കേഷൻ ആണ്, പക്ഷെ തേജസ്കരണം, ആ ഗ്ലോറി, ദൈവത്തിന്റെ മഹിമ പ്രാപിച്ച് കർത്താവിനെ പോലെ നമ്മൾ ആയി തീരുന്ന ആ പ്രക്രിയ അധികം വൈകാതെ സംഭവിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടോ? അധികം വൈകുന്നതിന് മുൻപ് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയനായി ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതാണ് ഒരു ദൈവപൈതലിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിലുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മളെ വിശ്വാസികൾ എന്ന് വിളിക്കാൻ കാര്യം തന്നെ നമ്മളെ ചലിപ്പിക്കുന്ന ഘടകം വിശ്വാസമാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഈ വാക്യമാണ് ഒരു ഉണർവിന് മുഖാന്തരമായി തീരുവാനിടയായി തീർന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ഈ റോമാലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം പൊതുവെ വചന പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 8-ാം അധ്യായമാണ്. 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യമാണ് റോമാലേഖനത്തിന്റെ കീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താക്കോൽ എന്ന് പറയുന്നത്. റോമൻസ് 8:28, 8:28. അത് നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാം. എങ്കിലും ഒരാളൊന്ന് വായിച്ചോ. കാണാതെ അറിയുന്ന വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മളിതെല്ലാം പലപ്പോഴും പ്രാർത്ഥനയിൽ ഉദ്ധരിക്കുന്ന വാക്ക്. നമുക്കെല്ലാം കാണാതെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി. പക്ഷെ അങ്ങനെ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റുമോ? സ്തോത്രം. സകലമല്ല, സകലവും നന്മയ്ക്കായി. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കാണോ? ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതവസ്ഥയും നന്മയ്ക്കാണോ? പൗലോസ് പറയുന്നു നന്മയ്ക്കാണ്. പക്ഷെ അത് നന്മയാകാൻ ഒരല്പ സമയം എടുക്കും. അത് നന്മയാണെന്ന് തെളിഞ്ഞു വരാൻ ഒരല്പ ടൈം എടുക്കും. പക്ഷെ അവിടെ വരെ പിടിച്ചു നിന്നാൽ സകലവും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം അതിന്റെ പിന്നിൽ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവങ്ങളുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ റോമിലെ സഭ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയല്ല. പൗലോസ് സ്ഥാപിച്ച, പത്രോസ് സ്ഥാപിച്ച ഒരു സഭയല്ല. ഈ പൗലോസും പത്രോസും ഒക്കെ ചിരച്ഛേദം ചെയ്യപ്പെട്ടത്, ക്രൂശിക്കപ്പെട്ടതൊക്കെ റോമിൽ വെച്ചായിരുന്നുവെങ്കിലും ആ സഭ ആരംഭിച്ചത് ആ അഭിഷക്തന്മാരിലൂടെയല്ല. കാരണം ഈ 1960 ഏകദേശം AD 60 ശേഷം വലിയ ക്രൂരമായ പീഡനമാണ് ദൈവസഭയ്ക്ക് റോമ സാമ്രാജ്യത്തിലുണ്ടായത്. അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തെ അടക്കി വരുന്നിരുന്ന സാമ്രാജ്യത്തെ വിളിച്ച പേര് റോമ സാമ്രാജ്യമാണ്. റോമിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് റോമ ചക്രവർത്തിമാർ, നീരോ എന്നും കൈസർ എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള പേരുകൾ അറിയപ്പെട്ട ക്രൂരന്മാരായ ഭരണാധികാരികൾ ഭരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. റോമായിരുന്നു ആ രാജ്യത്തിന്റെ തലസ്ഥാനം. അങ്ങ് യെരുശലേം വരെ നീണ്ടു കിടക്കുന്ന, ഇങ്ങ് ഇപ്പുറത്ത് ഇന്ത്യ എന്ന ഹിന്ദു ദേശം വരെ ചേർന്ന് കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തെ അടക്കി വലിച്ച അലക്സാണ്ടറിന് ശേഷം ഈ ഭൂമി അടക്കി വലിച്ച ഒരു വലിയ സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഈ റോമ സാമ്രാജ്യത്തിൽ കടുത്ത പീഡയാണ് ക്രൈസ്തവ സഭയ്ക്ക് നേരെ, ദൈവമക്കൾക്കെതിരെ നടക്കുവാനിടയായി തീർന്നത്. ഈ റോമ പൗരനായിരുന്നു പൗലോസെങ്കിലും റോമിലെ പ്രധാന പട്ടണത്തിൽ കാലുകുത്താൻ അവർ
അവർക്ക് അനുവാദമില്ലായിരുന്നു പ്രസംഗിക്കാനോ സുവിശേഷം പറയാനോ ഇന്നത്തെ കുറെ ട്രാക്ട് കൊടുക്കാനോ വീടുകൾ കയറി ദൈവത്തെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് കൈമാറാനോ ഒന്നും കഴിയാത്ത ഒരു കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. റോമിലേക്ക് അപ്പോസ്തലന്മാർ വരിക അന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അനുവാദം കൊടുക്കില്ല. കാരണം റോമ വലിയ സാമ്രാജ്യത്തിന്റെ കേന്ദ്രം, ഏകദേശം 120 രാജ്യങ്ങളെ അടക്കി ഭരിച്ച ഒരു വലിയ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമാണ് റോം എന്ന് പറയുന്നത്. അവിടെ ഭരണാധികാരികൾ അറിയാതെ ഒരു ഈച്ച പോലും പറക്കില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ പൊതുവെ ചരിത്രം പറയുന്നത് പൗലോസിന്റെ പാഠശാലയിൽ എഫെസോസിൽ ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു പൗലോസിന്. ഓർമ്മയുണ്ടോ? അത് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. ധാരാളം പേർ വന്ന് ദൈവത്തിന്റെ വചനം പഠിച്ച ഒരു പാഠശാല, തുറന്നോസിന്റെ പാഠശാല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? തുറന്നോസിന്റെ പാഠശാല. അവിടെ വന്ന് അനേകം ദൈവത്തിന്റെ വചനം പഠിച്ചു. കാരണം അതൊരു ഒരു സെമി കോളേജ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഈവനിങ് ടൈം, കോളേജ് ഇല്ലാത്ത സമയം വാടകയ്ക്കെടുത്ത് പൗലോസ് അവിടെ ജനത്തെ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. ആ വചനം അനേക ഹൃദയങ്ങളിൽ തീയായി വ്യാപരിച്ചു. ഈ തീ പ്രാപിച്ചവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി. അവർ റോമിൽ ചെന്ന് സ്ഥാപിച്ച സഭയാണ് റോമസഭ എന്ന് പറയുന്നത്. പൗലോസ് ഇല്ലാതെ, പത്രോസ് ഇല്ലാതെ, അപ്പോസ്തലന്മാരുടെ പിന്തുണയില്ലാതെ അവരിൽ നിന്ന് കേട്ട ദൈവത്തിന്റെ വചനം ആത്മാവിൽ പ്രാപിച്ചുകൊണ്ട് ഈ ജനം അവിടെ ചെന്ന് ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു. ഈ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. റോമ ചക്രവർത്തിമാർ അറിയാതെ ഒരു വ്യക്തി ശ്വാസം പോലും വിടാത്ത ഒരു സ്ഥലത്ത്, ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ദൈവം തന്നെ സഭ സ്ഥാപിച്ചു. പത്രോസ് അവിടെ ഉണ്ടായില്ല, പൗലോസ് അവിടെ ഉണ്ടായില്ല, അപ്പോസ്തലന്മാരുണ്ടായില്ല. ഒരു വീര്യപ്രവൃത്തി അവിടെ നടന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കണം. ഫിലിപ്പിയിൽ നടന്നതുപോലെ, കൈസരിയിൽ നടന്നതുപോലെ, യെരുശലേമിൽ നടന്നതുപോലെ ഒരു വീര്യപ്രവൃത്തിയോ ഒരു അത്ഭുതമോ ഒരു രോഗസൗഖ്യമോ അവിടെ നടന്നില്ല. പക്ഷേ ദൈവം സഭ സ്ഥാപിക്കേണ്ടിടത്ത് ദൈവം അതിനെ സ്ഥാപിച്ചു. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കൾ ഇന്ന് രാത്രി ശ്രദ്ധിച്ചോണം. തടസ്സങ്ങൾ എത്ര ശക്തമാണെങ്കിലും വാഗ്ദത്തമുള്ളവനെ അതിനകത്തുനിന്നും പൊക്കിയെടുത്ത് വിടുവിപ്പാൻ ഇന്ന് രാത്രി കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഒത്തിരി നൂലാമാലകൾ അവിടെ ഉണ്ടായി. ഒരു സഭ ആരംഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം രൂപീകരിക്കപ്പെട്ട തടസ്സമായി ഒത്തിരി വെല്ലുവിളികൾ ദേശത്തുണ്ടെങ്കിലും റോമ ചക്രവർത്തിയുടെ കീഴിൽ തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയെ ദൈവം വാർത്തെടുത്തു. ആ സഭയ്ക്ക് ദൈവം എഴുതിയ ലേഖനമാണ് റോമാലേഖനം എന്ന് പറയും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അങ്ങനെ തുടങ്ങിയ സഭയാണ് റോമിലെ സഭ എന്ന് പറയുന്നത്. ഈ റോമിലെ സഭയിൽ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ 3 കാറ്റഗറി ആൾക്കാരുണ്ടായിരുന്നു പൊതുവെ പറയപ്പെടുന്നത്. 3 കാറ്റഗറി ആൾക്കാര് ദൈവസഭയ്ക്കകത്തുണ്ടായിരുന്നു. നമ്മളെല്ലാം മലയാളികൾ അല്ലേ? അതുകൊണ്ട് വലിയ കാറ്റഗറി ഒന്നും നമ്മുടെ ഇടയിൽ ഇല്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ആ റോമിലെ സഭയിൽ 3 കാറ്റഗറി ആൾക്കാരുണ്ട്. 3 കാറ്റഗറി ആൾക്കാർ എന്ന് വെച്ചാൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന 3 ജനസമൂഹങ്ങൾ, വ്യത്യസ്ത ശൈലിയിൽ ജീവിത സംസ്കാരങ്ങളിൽ മുന്നോട്ട് പോയ 3 സമൂഹങ്ങളാണ് സഭയ്ക്കകത്തെ കടന്നു വന്നത്. ഒന്ന് യഹൂദന്മാർ അനേകർ വിശ്വസിച്ചത് എന്ന് വെച്ചാൽ ഈ തുറന്നോസിന്റെ പാഠശാലയിൽ പഠിച്ച ദൈവത്തിന്റെ വചനം ഇവർ അവിടെ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. ഭവനങ്ങളിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ യഹൂദന്മാരിൽ ചിലർ വിശ്വസിച്ചു. അവർ ദൈവകൃപയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. യഹൂദന്മാർ ദൈവകൃപയിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം പള്ളി വിട്ട്, സ്ഥാപനങ്ങൾ വിട്ട്, ദൈവം കൊടുത്ത ദൈവത്തിന്റെ സ്തോത്രം ശലോമോന്റെ ദേവാലയം വിട്ട് അവരൊക്കെ പുറത്തു വരിക എന്നുള്ളത് വളരെ വെല്ലുവിളിയുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, ഒരു സാമുദായിക പശ്ചാത്തലത്തിലുള്ള ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ ഞങ്ങൾ ദൈവാസന്മാർ കടന്നുപോയി. എന്റെ ശുശ്രൂഷയുടെ ആദ്യ സമയങ്ങളാണ്. ട്രാക്ടർ കൊടുത്ത് ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മച്ചി വളരെ സന്തോഷത്തോടെ വചനമൊക്കെ കേട്ടു കരയുന്നത് എനിക്ക് കാണാമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ അകത്ത് എന്തൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ക്രിയ ചെയ്യുന്നുണ്ട്. അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിടങ്ങാൻ തുടങ്ങിയപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ ഇതൊക്കെ സത്യമാണെന്ന് എനിക്കും അറിയാം, പക്ഷെ ഈ കല്ലറയൊക്കെ വിട്ട് ഞാൻ എങ്ങനെ വരാനാ? എന്റെ കുടുംബക്കല്ലറ വിട്ട് എന്റെ കൂടെ ഉണ്ടോ? അമ്മച്ചിക്ക് അറിയാം വചന സത്യമാണെന്ന്, സത്യമാ, സ്നാനം സത്യമാ, അഭിഷേക സത്യമാ, ഇതൊക്കെ അമ്മച്ചിക്ക് അറിയാമെങ്കിൽ എന്റെ കുടുംബക്കല്ലറയൊക്കെ വിട്ട് ഞാന്. അപ്പം അത്രയും നേരം പറഞ്ഞതും പോയി, നമ്മുടെ പ്രാസവും പോയി, നമ്മുടെ കരഞ്ഞതും പോയി. സ്തോത്രം. കാരണം ഈ വചനത്തെക്കാളൊക്കെ ഉപരി അമ്മച്ചി സ്നേഹിച്ചതിനെയാണ്. പാരമ്പര്യം ഒരു വലിയ വിഷയമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. ആ പാരമ്പര്യം വിട്ട്, നാട് വിട്ട്, വീട് വിട്ട്, നാമധേയ കൂട്ടം വിട്ട് നമ്മളത് പാടുമെങ്കിലും
അതൊരു വലിയ ബന്ധനം. സ്തോത്രം. ഈ പള്ളിയൊക്കെ വിട്ട് അപ്പം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസത്തിൽ വരിക എന്നുള്ളത് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ശലോമോൻ പണിത ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന അതിവിശുദ്ധ സ്ഥലം, യാഗം നടക്കുന്ന വിശുദ്ധ സ്ഥലം, ജനം കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന പ്രാകാരം, മനോഹരമായ അമ്പര ചുംബിയായ ഏകദേശം 46 വർഷങ്ങൾ കൊണ്ട് പണിതെടുത്ത ഒരു മനോഹര ആലയങ്ങളുടെ മുന്നിൽ നിൽക്കുക, കല്ലറകൾ മുൻപിൽ നിൽക്കുക, പിതാക്കന്മാരുടെ കല്ലറകളുള്ള ഒരു പട്ടണം വിട്ട്, നമ്മുടെ ഭാഷയിൽ നാട് വിട്ട്, വീട് വിട്ട്, പാരമ്പര്യ ബന്ധനങ്ങൾ വിട്ട് വിശ്വാസത്തിൽ വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പക്ഷേ സാധാരണക്കാരായ വിശ്വാസികളെ ദൈവം അതിന് ഉപയോഗിച്ചു. എന്ന് വെച്ചാൽ വചനത്തിനകത്ത് ക്രിയ ചെയ്തു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ, എന്ന് വെച്ചാൽ ആ വചനമാകത്ത് എന്തായി? വിശ്വാസമായി മാറുവാനിടയായി. വിശ്വാസം ഒരു വ്യക്തിക്കകത്ത് വ്യാപരിച്ചാൽ ഒരു പാരമ്പര്യത്തിനും അവനെ തൊടാൻ പറ്റില്ല, ഒരു ശക്തിക്ക് അവനെ ബന്ധിച്ചു വെക്കാൻ പറ്റില്ല. വചനത്തിന്റെ ശക്തി ഒരു ദൈവത്തിനകത്ത് കയറിയാൽ ഒരു പാരമ്പര്യ ബന്ധനങ്ങൾക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. ഈ പാരമ്പര്യ കെട്ടുകളൊക്കെ പൊട്ടണമെങ്കിൽ വചനത്തിന്റെ ശക്തി ഹൃദയങ്ങൾക്കകത്ത് ആഴമായി വ്യാപരിക്കണം. അപ്പം ഈ വിശ്വാസികള് സുവിശേഷം അറിയിച്ചപ്പോൾ യഹൂദന്മാരിൽ ഒരു ചെറിയ കൂട്ടം വിശ്വസിച്ച് സഭയിലേക്ക് കടന്നു വരുവാനിടെ എല്ലാം വിട്ടാണ് അവര് കർത്താവിന്റെ നാമത്തിന് വേണ്ടി എത്തിയത്. അപ്പൊ ഇന്നത്തെ പോലെ ഒരു ഹോൾ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നീറോയും കൈസറും ഒക്കെ ഭരിക്കുന്ന ഒരു കാലമാണ്. അണ്ടർഗ്രൗണ്ടിലായിരുന്നു ആരാധന. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, മനോഹരമായ സിനഗോഗുകളും വളരെ തേജസ് നിറഞ്ഞ അവരുടെ കണ്ണിൽ ഒരു സുന്ദരം എന്ന ദേവാലയം പോലെ മനോഹരമായി പൊന്തി നിൽക്കുന്ന ശലോമോൻ പണിത ആലയം വിട്ട് പെന്തിക്കോസുകാർ ആരാധിക്കുന്ന ബേസ്മെന്റിലേക്ക് വിളിച്ച് ആരാധനയ്ക്ക് വരുമോ? അടുത്ത ആഴ്ച ബേസ്മെന്റ് വല്ല ആക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പേര് വരുമെന്ന് എനിക്ക് തന്നെ, നമ്മളിന്റെ പാരമ്പര്യം എല്ലാം വിട്ടിറങ്ങിയവരെ. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? എളുപ്പമല്ല, പക്ഷെ അവരെല്ലാം വിട്ട് കർത്താവിന് വേണ്ടിയാണ്. ബേസ്മെന്റിൽ ആരാധിക്കാൻ കാര്യം പ്രത്യക്ഷമായി ആരാധിക്കാൻ പറ്റില്ല. കാരണം ക്രിസ്ത്യാനിത്വം ഒരു ഇല്ലീഗൽ റിലീജിയനാണ്. ഒരിക്കലും രാജാക്കന്മാർ അംഗീകരിക്കാത്ത ഒരു മാർഗമാണ്. അതുകൊണ്ട് പരസ്യമായ ആരാധന നടത്താൻ പറ്റില്ല. എങ്കിലും ചെറിയൊരു സമൂഹം ഇതെല്ലാം വിട്ട് വിശ്വാസ സത്യത്തിന് വേണ്ടി ഇറങ്ങുവാനിടയായി തീർന്നു. എന്റെ ചിന്തയെ പറയാ, അവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ആകർഷിച്ചത് ക്രൂശിന്റെ സ്നേഹം തന്നെയായിരുന്നു. ക്രൂശിന്റെ സ്നേഹം തന്നെയായിരുന്നു നമ്മളെ ആകർഷിച്ചത്. അത് തന്നെയല്ലേ? ഹല്ലേലൂയ. നമ്മളെയും ഈ സ്നേഹത്തോട് മാടി വിളിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി കർത്താവ് കാണിച്ച സ്നേഹമായിരുന്നു. യഹൂദന്മാരിൽ ഒരു കൂട്ടം പാരമ്പര്യം വിട്ട് അവർക്ക് ഉണ്ടായിരുന്ന ആ പാരമ്പര്യമായ എല്ലാ ചട്ടങ്ങളെ, രീതികളെ വിട്ട്, ആരാധന ക്രമങ്ങളുടെ, ദൈവത്തിന്റെ സ്തോത്രം, ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക്, വിശ്വാസ സമൂഹത്തിലേക്ക് അവർ കടന്നു വരുവാനിടയായി തീർന്നു. ഈ രണ്ടാമത് വന്നൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അധികാരികളുടെ ഒരു കേന്ദ്രമാണ് റോം എന്ന് പറയുന്നത്. ഉന്നതന്മാരായ വ്യക്തികളെ, ജഡ്ജിമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, വക്കീലന്മാരുണ്ട്, ഇങ്ങനെ വളരെ ഉന്നത സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരു സമൂഹവും വിശ്വസിച്ച് ഈ മാർഗത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ദൈവം സ്തോത്രം ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണമാണ് റോം എന്ന് പറയുന്നത്. പാപം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പട്ടണം, എല്ലാ വിനോദങ്ങളും ഉള്ള ഒരു പട്ടണം, എല്ലാ സന്തോഷമുള്ള ഒരു പട്ടണം, എല്ലാ ആവേശവും നിറഞ്ഞൊരു പട്ടണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള പട്ടണങ്ങളിൽ ചെന്നാൽ നമുക്ക് തന്നെ സങ്കടം വരും. കാരണം ആ വലിയ ആത്മീയ തീക്ഷ്ണത അവിടെ ഉണ്ടാകണമെന്ന് പ്രൈസ് ലോർഡ്. ഞാൻ എപ്പോഴും പറയും, ഗൾഫിലുള്ളവരുടെ തീക്ഷ്ണ ലോകത്തെങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നാളെ എന്താന്ന് നമുക്ക് അറിയില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ടെർമിനേഷൻ ആണോ? ഞാൻ എപ്പോഴും പറയും, ഗൾഫിലെ ദൈവമക്കളുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം, കാരണം നാളെ എന്താവുന്ന ഒരു ഗ്യാരണ്ടി. അതുകൊണ്ട് ഇച്ചിരി ദൈവഭയം ഈ ബോധമരണത്തും അതില്ല ദൈവത്തിൽ. കാരണം എല്ലാം സെക്യൂർ ആണ്. എല്ലാ വീട്ടിലും ഒരു 3 ഫ്രിഡ്ജ് കാണും. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ മതി. ഫ്രീസർ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ ദൈവത്തെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നും നാളെ ഓർത്ത് നടുങ്ങേണ്ട ദുഃഖ വേളകൾ വരുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. അവർക്കിതൊന്നും പ്രൈസലോ. അപ്പം ആ ഒരു സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവെ നമ്മളൊക്കെ ഇങ്ങനെ ആക്കിയതായി. ഇച്ചിരി ബുദ്ധിമുട്ടും, ഇച്ചിരി ഞെരുക്കവും, ഇച്ചിരി ലോണും, എന്നോടുള്ള കാര്യം പറയുക, ഇച്ചിരി രോഗവും, ഇച്ചിരി വിഷമങ്ങളും, ഇച്ചിരി കഷ്ടങ്ങളും ഒക്കെ തന്നത് എന്റെ വാക്യം പറയാനാണ്. സകലവും നന്മയ്ക്കായി.
14 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും ഇതെല്ലാം നന്മയ്ക്ക് കേട്ടോ. ചിലപ്പം ഒരല്പ വേദനയും ഞെരുക്കവും ദുഃഖവും ഒരു മാനസിക ദുഃഖവും ദൈവത്തോടൊരു സങ്കടമൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇതൊക്കെ നന്മയ്ക്ക്, ദൈവം അനുവദിച്ചു തരുന്നതെല്ലാം നന്മയ്ക്ക്. അത് ദൈവത്തെ സ്നേഹിക്കാൻ കുറച്ചും കൂടെ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ ഉന്നത ശ്രേണിയിലുള്ള ഒരു സമൂഹം അവർ വിശ്വസിച്ച് ഈ കൃപയിലേക്ക് വരേണ്ട കാര്യമില്ല. പക്ഷേ കർത്താവിന്റെ സ്നേഹം അവരെ വളരെ ആകർഷിക്കുവാനിടയായി. അവരുടെ സമൂഹത്തിലുള്ള വലിയ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തി ഈ ദൈവകൃപയിലേക്ക് അവർ കടന്നു വരുവാനിടയായിട്ട്. അപ്പം രണ്ടാമത്തെ ഗ്രൂപ്പ് അവരാ. ഒന്നാമത്തെ ഗ്രൂപ്പ് ആരാ? യഹൂദന്മാരാ. അവര് പാരമ്പര്യം വിട്ടു വന്നവരാ. രണ്ടാമത്തെ ഗ്രൂപ്പ് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവരാ. അവർ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വക്കീലന്മാരുണ്ട്, ജഡ്ജിമാരുണ്ട്. സമൂഹത്തിൽ വളരെ ഉയർന്ന സാലറി മേടിക്കുന്ന ഒരു സമൂഹം സഭയിലേക്ക് കടന്നു വരുവാനിടയായി. മൂന്നാമതൊരു സഹോദരനുണ്ട്. അവർ സ്ലേവുകളായിരുന്നു. അന്ന് അടിമക്കച്ചവടം ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം. റോമിലെ എല്ലാ ഭവനങ്ങളിലും 10, 15, 20 അടിമകളുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഈ അടിമകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സാലറി ഇല്ല, ഇൻക്രിമെന്റ് ഇല്ല, പ്രോവിഡന്റ് ഫണ്ട് ഇല്ല, ബോണസ് ഇല്ല. എല്ലാം ഉള്ളവരുടെ സ്വന്തം അടിമകൾ ഏറ്റവും വലിയ പ്രത്യേക സാലറി പോലും ഇല്ല. ജീവിത അവസാനം വരെ അടിമ. ഹലോ, ലീവ് സാലറി ഇല്ല, ലീവില്ല. ഞാൻ വിചാരിച്ചു ഇച്ചിരെങ്കിലും ഒന്ന് ചെയ്യുമെന്ന്. അടിമയെന്നും അടിമ. ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, എല്ലാത്തിനും വേറെ സ്ഥലങ്ങളാണ്. അടിമയെന്നും അടിമയാണ്. പക്ഷേ ഈ വിശ്വാസത്തിന്റെ വചനം കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട സമൂഹം ഈ അടിമകളാണ്. ക്രിസ്തുവിൽ ഒന്നാണെന്നൊരു ചിന്ത ആദ്യമായിട്ട് അവരുടെ മനസ്സിലേക്ക് ദൈവദാസന്മാരെത്തി. ഹലോ, സഭയിൽ വരുന്ന ഡോക്ടർ, സഭയിൽ വരുന്ന ജഡ്ജി, സഭയിൽ വരുന്ന അടിമയും അടുത്തടുത്തിരുന്ന ദൈവത്തെ അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സൊസൈറ്റി, അങ്ങനെ ഒരു സമൂഹത്തെ അവരുടെ സ്വപ്നത്തിൽ പോലും അങ്ങനെ വലിയൊരു അടിമകളുടെ സമൂഹം വിശ്വസിച്ച സഭയിലേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു ഏറ്റവും സന്തോഷം കിട്ടിയത് അവർക്കാണ്. കാരണം ഇതുപോലൊരു സ്വാതന്ത്ര്യം. ഹലോ, തമ്മിൽ വിളിക്കുന്ന സഹോദരൻ എന്ന വീട്ടിൽ വിളിക്കുന്ന അങ്ങനൊന്നുമല്ല. പക്ഷെ സഭയ്ക്കകത്ത് വരുമ്പം ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണെന്നൊരു ചിന്ത. അവർക്ക് കിട്ടിയ ആ ഒരു സെൻസ് ഓഫ് സ്നേഹം, ആ ബിലോങ്ങിങ്, അവർക്ക് കിട്ടിയ ഒരു വാത്സല്യം, അവർക്ക് കിട്ടിയ ഒരു ആത്മീയ സ്വാതന്ത്ര്യം അവരെ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? സന്തോഷിപ്പിച്ചു. അപ്പം റോമസഭയിൽ 3 കാറ്റഗറി ആൾക്കാരുണ്ട്. ഇപ്പൊ മനസ്സിലായത് വിശ്വസിക്കും. ഒന്നാമത്തെ കാറ്റഗറി പാരമ്പര്യം വിട്ട് വന്ന് യഹൂദന്മാരാണ്. രണ്ടാമത്തെ കാറ്റഗറി സമൂഹത്തിൽ ഉന്നത ശ്രേണി, ഉന്നത ജോലിയുള്ള ഒരു സമൂഹത്തെ സഭയ്ക്കകത്ത് ദൈവം കൊടുക്കുന്നു. മൂന്നാമത്തെ ഒരു സമൂഹം, ദൈവത്തിന് സ്തോത്രം, അവരുടെ ആ അടിമത്തം വിട്ട് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിൽ ഞാനൊരു സഹോദരനാണ്, ഞാനൊരു ദൈവത്തിന്റെ പൈതലാണെന്ന ബോധ്യത്തോടെ സഭയ്ക്കകത്തേക്ക് വന്ന ഒരു കൂട്ടം സമൂഹം. അങ്ങനെ ഈ 3 കാറ്റഗറി ആൾക്കാരാണ് റോമിലെ സഭയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഇടയിൽ അങ്ങനെ ഇല്ല. പക്ഷെ റോമിലെ സഭയിൽ ഈ 3 കാറ്റഗറി ആൾക്കാരായിരുന്നു ഒരുമിച്ച് എന്ത് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും സന്തോഷം ആർക്കായിരുന്നു? ഉറപ്പല്ലേ? കാരണം അവർക്ക് ഇതുപോലെ സഭയ്ക്കകത്ത് കിട്ടുന്ന ഒരു ഫ്രീഡം ലോകത്ത് വേറെ ഒന്നും കിട്ടത്തില്ല. ഒരു ഡോക്ടർ അടുത്തൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടിമയ്ക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ജഡ്ജിക്ക് അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റും? ഒരുമിച്ച് ഒരു പായിലിരുന്ന്, ഒരു കസേരയിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ആ പ്രിവിലേജ്, ആ പദവി അവർക്ക് ലഭിച്ചപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമായി തീർന്നു. അപ്പം റോമസഭയെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഈ സഭയ്ക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. വളരെ മനോഹരമായ അർത്ഥവത്തായ ഒത്തിരി വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ലേഖനത്തിലൂടെ ഇടും. ഇനി നിർത്തി കുറിവാക്യം വായിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ആ പിക്ചർ മനസ്സിലായല്ലോ, റോമൻ സഭയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായി. ഇനി ആ 35 മുതൽ 39 വാക്യങ്ങൾ നമ്മളൊന്ന് നിർത്തി വായിക്കാൻ പോകുമ്പോൾ ആ വാക്യങ്ങൾ ഈ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിച്ചു തുടങ്ങി, ഒന്ന് വായിച്ചു തുടങ്ങിയാണ്. 35-ാം വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ആരംഭിക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ്. അപ്പം ആ വചനം ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന ചോദ്യം ഇതാ: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റുമോ?
നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, നമ്മൾ പ്രാപിച്ച ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ ഈ ലോകത്തുള്ള എന്തിനെങ്കിലും വേർതിരിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണോ ഇല്ലെന്നാണോ? രണ്ടുപേരെ പറഞ്ഞോളൂ. മനസ്സിലായിരുന്നു? ഒന്നുകൂടെ പറയാം. ഈ ലോകത്തുള്ള എന്തിനെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ പറ്റുമോ? ചോദ്യം മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. ഈ സ്നേഹം കുറയ്ക്കാൻ എന്തിനെങ്കിലും പറ്റുമോ? പിന്നെയും മനസ്സിലായില്ല. മൂന്നുപേരെ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ കൂടെ ഒന്ന് വരാം. അല്ലെ, പാസങ്ങൾ പറഞ്ഞു പോകും. അത് പറഞ്ഞിട്ട് പാസങ്ങൾ പ്രസംഗിക്കണ്ട. സ്തോത്രം. പറ്റുമോ? ഈ ലിസ്റ്റ് നമ്മൾ വായിക്കാൻ പോവാ. പക്ഷെ ഈ ലിസ്റ്റിലുള്ള ഒരു കാര്യവും വേണ്ട. നമ്മളെ എന്ത് ചെയ്യാൻ? പൗലോസിന്റെ ലിസ്റ്റ് ഒന്ന് വായിച്ചു. അതിനകത്ത് എത്ര ഉണ്ടെന്ന് നിങ്ങളൊന്ന് എണ്ണണേ. അതിന്റെ ഓരോ പദവും നിങ്ങളൊന്ന് വായിച്ച് കഷ്ടതയോ, ഒന്ന് കഷ്ടത, സങ്കടമോ, ഞാനത് വിശദീകരിക്കാം. സങ്കടം. ഉപദ്രവമോ, 3 ഉപദ്രവം. പട്ടിണിയോ, 4 പട്ടിണി. നഗ്നതയോ, 5 നഗ്നത. ആപത്തോ, 6 ആപത്ത്. 7. അപ്പൊ എത്ര ലിസ്റ്റ് ഉണ്ട്? 7 കാര്യങ്ങളാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ സാധ്യതയുള്ള, പൗലോസ് പറയുക, പൗലോസിനെ വേർതിരിക്കാൻ സാധ്യതയുള്ള, നമ്മളല്ല കേട്ടോ, നമ്മളല്ല, തെറ്റിദ്ധാരണ വേണ്ട, പൗലോസിനെ വേർതിരിക്കാൻ സാധ്യതയുള്ള 7 കാരണങ്ങൾ ദൈവമനുഷ്യൻ കണ്ടുപിടിച്ചു. 7 കാരണങ്ങൾ ദൈവമനുഷ്യൻ കണ്ടുപിടിച്ചു. ഇനി ആ വാക്കുകളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഒന്നാമത്തെ പദം എന്തുവാ? എന്താ ഈ കഷ്ടത എന്ന് പറയുന്നത്? ഈ കഷ്ടത എന്നൊരു വാക്കിന്റെ മൂലഭാഷയിൽ പഠിക്കുമ്പോൾ ജീവിതം പോലും വെറുത്തു പോകുന്ന അവസ്ഥ എന്നാണ് ഇതിന്റെ അർത്ഥം. ജീവിതം എന്ത് ചെയ്യാ? അത്ര എത്തിയോ? എത്തിയെങ്കിൽ പറഞ്ഞു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാൻ പോവാ. ഇവിടെ തുറന്നു പറയുന്നതിൽ കഷ്ടത എന്ന വാക്ക് നമ്മൾ പലപ്പോഴും സാക്ഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ, ആ ഒരു വാക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു ചെറിയ സുഖമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച മുഴുവൻ എനിക്ക് കഷ്ടത. നമ്മളത് പറയുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയോ നമ്മളറിയാതെ, കഴിഞ്ഞ ആഴ്ച മുഴുവൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ആരും ഇതുവരെ സന്തോഷമുണ്ടോ? കഴിഞ്ഞ ആഴ്ച മക്കളെ ഹൃദയാന്റെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വാക്കേതാ? നമുക്ക് ഇഷ്ടമുള്ള വൈകാരികമായ ഒരു വാക്കാണ് കഷ്ടം. ഈ കഷ്ടതയെ പൗലോസ് വ്യാഖ്യാനിക്കുന്നത് 1 കുറയെ 40 അടി 5 വട്ടം. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, ഇതൊക്കെ ദൈവനാമത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? പൗലോസ് തുടരുകയാണ്. എന്താ കഷ്ടത? ജീവിതം പോലും വെറുത്തു പോകുന്ന, പ്രത്യാശ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? പക്ഷെ പൗലോസ് പറയുക, ഈ ലോകത്തിൽ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കഷ്ടതയ്ക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കണം. രണ്ടാമത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്. എന്താ രണ്ടാമത്തെ വാക്ക്? സങ്കടം. മിക്കവാറും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വികാരമാണ്. എന്ത്? നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിലെല്ലാം എന്തുണ്ട്? ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ എന്തുണ്ട്? ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നവര്, ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ചിരിക്കുന്നവരാണ്. എനിക്കും തോന്നിയിട്ടുണ്ട്. ചിരിക്കുന്നവർ, ചിരിപ്പിക്കുന്നവര് പുറത്ത് നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നവരായിരിക്കും, പക്ഷെ അവരുടെ ഹൃദയത്തിലൊക്കെ ഉണ്ടാകുന്ന വേദനകൾ വളരെ വലുതാണ്. ചാർലി ചാപ്ലിൻ എന്നൊരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ തുറന്നു
പക്ഷേ ആ മനുഷ്യൻ കടന്നുപോയ സങ്കടങ്ങളെ കുറിച്ച് ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ആളുകളെ പൊട്ടിച്ചിരിക്കുമ്പോഴും തന്റെ ഹൃദയത്തിനകത്തുണ്ടായ വേദനകൾ, ദുഃഖങ്ങൾ, നിന്ദകൾ, പരാജയങ്ങൾ, ക്ഷീണങ്ങൾ, ഇതിനെയൊക്കെ വിളിക്കുന്ന ഒരു പൊതുവായ പേരാണ് സങ്കടം. ഒരു മനുഷ്യനെ ആത്മീയമായി തകർക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് എന്ത്? സങ്കടം. ഈ സങ്കടങ്ങൾക്കകത്താണ് സംശയങ്ങൾ ഉയരുന്നത്. ദൈവത്തെ പോലും സംശയിച്ചു പോകുന്നു, ദൈവത്തോട് പോലും നീരസം തോന്നുന്നു. ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ചോദിക്കട്ടെ, എന്തെങ്കിലും ദൈവത്തോട് പിണങ്ങിയിട്ടുണ്ടോ? എനിക്കറിയാം പ്രതികരിക്കത്തില്ല. ഞാൻ പിണങ്ങിയിട്ടുണ്ട്, പിണക്കി വന്നിട്ടുണ്ട്. എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിലപ്പോഴെങ്കിലും ഈ ചില വിഷയങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഭയങ്കര സങ്കടം തോന്നും. ദൈവം എന്തിനാ ദൈവം അവരോട് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ച് ദൈവത്തോട് വിഷമം തോന്നിയിട്ടുണ്ട്. ചില കുടുംബങ്ങളൊക്കെ കടന്നു പോകുന്ന പാസ്റ്റർമാരാണ്, നമുക്കത് അറിയാം, ആ വേദനകൾ അറിയാം. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്ര കരഞ്ഞിട്ടും ദൈവത്തോടൊരു സങ്കടം നമുക്ക്. ഈ സങ്കടത്തിനകത്ത സംശയം, സംശയത്തിനകത്താണ് പിശാച് ജയമെടുക്കുന്നത്. രക്തത്താൽ ജയമെടുക്കുക. ഈ ഉപവാസത്തിലെ മേഖലകളൊക്കെ തകരണം. ഇതൊന്നും മാറുന്നല്ല ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് സകലവും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നിന്റെ സങ്കടങ്ങളുടെ പിന്നിൽ, നിന്റെ വേദനകൾക്ക് പിന്നിൽ, നിന്റെ തകർച്ചകൾക്ക് പിന്നിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി. തെളിഞ്ഞു വരാൻ അല്പസമയമെടുക്കും. അത് നന്മയ്ക്കാണെന്ന് അറിയാൻ അല്പസമയമെടുക്കും. അത് സന്തോഷത്തിനാണെന്നും നാടുകളിൽ വെളിപ്പെടാൻ പോകുന്ന മഹത്വത്തിനാണെന്നും തിരിച്ചറിയാൻ ഒരല്പസമയം. ഒരു കാര്യം പറയാം, സങ്കടങ്ങൾ പല നിലകളിൽ ഓരോ കുടുംബങ്ങളിലും ദൈവം അനുവദിച്ചു. എല്ലായിടത്തും ഒരുപോലല്ല. ചിലപ്പോൾ അത് സാമ്പത്തികമാണ്, ചിലപ്പോൾ അത് മാനസികമാണ്, ചിലപ്പോൾ അത് രോഗമാണ്, ചിലപ്പോൾ അത് കുടുംബ പ്രശ്നങ്ങളാണ്. പല നിലകളിലുള്ള വേദനകൾ. പുറത്ത് ചിരിക്കുമ്പോഴും അല്ലേ, ചില സങ്കടങ്ങൾ ഈ ഹോളിൽ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ വല്ലാതെ കാർന്നു തിന്നുന്നില്ലേ? ഉണ്ടോ ദൈവമക്കളെ? ഉണ്ട്. പല കുടുംബങ്ങൾ പല നിലകളിലാണ് ദൈവം അത് സത്യമാണ്. പുറത്ത് ചിരിക്കുന്നവർ, പുറത്ത് സന്തോഷിക്കുന്നവർ, ഈ ഹോളിൽ വന്ന് കൈയടിക്കുന്നവർ, പക്ഷെ അവരുടെ പിന്നിലെല്ലാം ചില വേദനകളുടെ ചരിത്രങ്ങൾ ദൈവം അനുവദിച്ചിട്ടുണ്ട്. എന്തിനാ ഇന്ന് രാത്രി ഇത് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് നന്മയ്ക്കാക്കി തീർക്കുന്ന നിന്റെ ആത്മീയ ജീവിതത്തിന്, നിന്റെ കുടുംബ ജീവിതത്തിന്. ഒരു ദൈവദാസൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ അത് കുറിക്കൊണ്ടു. എല്ലാ ചോദ്യങ്ങൾക്കും ഈ ഭൂമിയിൽ മറുപടിയില്ല, പക്ഷെ നിത്യതയുടെ തീരത്ത് നീ നിൽക്കുമ്പോഴായിരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും ഈ ലോകത്തിൽ ദൈവം അനുവദിച്ച ആ സങ്കടം അത് നന്മയ്ക്കാണെന്ന്. ചില ചോദ്യചിഹ്നങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ, ചില വേദനകൾ മനഃപൂർവ്വം ദൈവം അനുവദിക്കുമ്പോൾ അത് നന്മയ്ക്കാണെന്ന്. പക്ഷെ എപ്പോഴും ദൈവമക്കൾ ഓർത്തോണം, ഒരു ഭാഗത്ത് ചില വേദനകൾ ദൈവം അനുവദിക്കുമ്പോൾ മറുഭാഗത്ത് ചില സന്തോഷങ്ങൾ ദൈവം അനുവദിക്കാതിരിക്കില്ല. ചിലർക്ക് സാലറി കറക്റ്റ് ആയിരിക്കും, മറ്റു ചില വിഷയങ്ങൾ. ചിലർക്ക് മറ്റു വിഷയങ്ങളെ കാണത്തില്ല, സാലറി 3-4 മാസം പെൻഡിങ് ആണ്. ഹലോ, ചിലർക്ക് കുടുംബജീവിതത്തിലായിരിക്കും പ്രയാസങ്ങൾ, ചിലർക്ക് ജോലിയിലായിരിക്കും പ്രയാസം. പല തലങ്ങളിലാണ് ദൈവം. ചില വേദനകൾ ഒരു ഭാഗത്ത് ദൈവം അനുവദിക്കുമ്പോൾ ചില കൊച്ചു സന്തോഷം ദൈവം ഇപ്പുറത്ത് അനുവദിച്ചിരിക്കും. ഇനി സന്തോഷിക്കാൻ ഒന്നും കിട്ടിയില്ലേലും ഒരു സഭയെങ്കിലും ദൈവം തരും. ഒരു പാസ്റ്ററെങ്കിലും ദൈവം തരും. ഒന്ന് ബലപ്പെടാൻ, ഒന്ന് ശക്തി പ്രാപിക്കാൻ
നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പലരും എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു വലിയ നിരാശ എന്റെ മനസ്സിൽ. പക്ഷെ വന്നൊരു ദൂത് കേൾക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ ആ വേദനകൾ മറന്ന്, ഹൃദയത്തിനകത്തെ ദുഃഖങ്ങൾ മറന്ന്, എല്ലാം ദൈവം നെഗറ്റീവ് ആക്കില്ല കേട്ടോ, എല്ലാം ദൈവം നെഗറ്റീവ് ആക്കില്ല. ചിലരോട് ഇന്ന് രാത്രി പ്രവചനാത്മാവ് ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് എല്ലാം ദൈവം നെഗറ്റീവ് ആക്കില്ല, എല്ലാം ദൈവം നെഗറ്റീവ് ആക്കില്ല. ഓ സ്വന്തം ഒരു ഭാഗത്ത് സങ്കടങ്ങളുടെ വലിയൊരു കൂമ്പാരം ഉയർന്നു നിൽക്കപ്പെടും, ചോദ്യങ്ങളുടെ ഒരു വലിയ കൂമ്പാരം ഉയർന്നു നിൽക്കപ്പെടും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സ്ഥലവും നന്മയ്ക്കായി. ഇന്ന് രാത്രി അങ്ങയുടെ അഭിഷേകം ഹോളിലേക്ക് വ്യാപരിക്കുന്ന, ചില ഹൃദയങ്ങളെ ആത്മാവിൽ ശക്തീകരിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ ചലനം. പൗലോസ് പദങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. ഒന്ന് കഷ്ടത, രണ്ട് സങ്കടം, മൂന്നാമത്തെ പദങ്ങൾ ശ്രദ്ധിച്ച് ആ പദങ്ങൾ ഓരോന്നും എടുത്ത് ഞാൻ നിങ്ങളോട് അല്പം നിമിഷങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കാം. മൂന്നാമത്തെ പദവും ശ്രദ്ധിച്ച് പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദം ഉപദ്രവമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് അധികം അപൂപരിക്കേണ്ട വരാത്ത ഒരു സംഭവമാണെന്ത് ഉപദ്രവം. ദൈവത്തിന് സ്തോത്രം. ഉപദ്രവം വലിയൊരു വിഷമമാണ് അല്ലേ? സ്തോത്രം. ശാരീരിക ഉപദ്രവം എന്നൊക്കെ പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. മാനസിക ഉപദ്രവം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സഹിക്കാം. പക്ഷെ ശാരീരിക ഉപദ്രവം നമ്മുടെ എല്ലാ തളർത്തി. പൗലോസ് പറയുന്നു ഒത്തിരി ഉപദ്രവങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്തു ഞാന്. പക്ഷെ ഈ ഉപദ്രവങ്ങൾക്കൊന്നും ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ഏതിനായിരുന്നു എന്റെ ജീവിതത്തിൽ ശക്തി കൂടുതൽ, വെയിറ്റ് കൂടുതൽ? സ്നേഹത്തിനായിരുന്നു അല്ലേ? ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്നെ എന്ത് ചെയ്തത്, ആ കർത്താവിനോട് ചേർത്ത് വളർന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഈ വിശ്വാസത്തിൽ വന്ന 3 കാറ്റഗറി ആൾക്കാർ. ഒന്ന് യഹൂദന്മാർ, 2 ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാർ, 3 അടിമകൾ. വലിയ സന്തോഷം വലിയ സമയം വന്നല്ലോ. ഇവരോടാ പറയുന്നത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ കടന്നു വരുമ്പോ എന്തൊക്കെ ഉണ്ടാവും. ഇന്ന് കൺവെൻഷൻ ലീഗിലൊക്കെ പ്രസംഗിച്ചാലോ ആരും ദുഷിക്കപ്പെടും. വിശ്വാസ ജീവിതത്തിൽ വരുന്നവർക്ക് എന്തുണ്ട്? സങ്കടമുണ്ട്, ഉപദ്രവമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച്, തികച്ചും വ്യത്യസ്തമായ സുവിശേഷമല്ലേ ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത്. ബൈക്കിലെ പോവാ, കാറെ പോവാം, സ്വന്തം വീട് വേണോ, വണ്ടി വേണോ? ഹലോ, ദൈവത്തിന്റെ നിന്ന മാറ്റുവെന്ന ഇത് കീറി കളഞ്ഞിട്ടേ അത് പ്രസംഗിക്കാം. റോമാലേഖനം 8-ാം അധ്യായം ബൈബിൾ വെച്ചോണ്ട് ഹലോ, ഈ അടിമകളൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളെ എല്ലാത്തിനും വിടുവിക്കപ്പെട്ട് എവിടെ വന്നു. ഓ സ്വതന്ത്രം. ഇവരോട് സുവിശേഷം പറയുക, നിങ്ങൾക്ക് എന്തുണ്ട്? ഹലോ, പക്ഷെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഇതൊന്നും അല്ല, ക്രിസ്തുവിന്റെ സ്നേഹം, ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാ ഹൃദയത്തിനകത്ത് നിറയണം. ഈ ഉപവാസ കഴിവ് ആ സ്നേഹം നിറയണം. എന്റെ ആഗ്രഹമാണ് കേട്ടോ, ഈ വചനം ദൈവത്തിന്റെ ആത്മാവ് നൽകിയത് വേറെ ഒന്നിനുമല്ല. ഈ സ്നേഹത്താൽ ചിലർ ബന്ധിക്കപ്പെടണം, ഈ സ്നേഹത്താൽ ചിലർ പണിയപ്പെടണം, ഈ സ്നേഹം ചില ഹൃദയങ്ങൾക്കകത്ത് നിറയ്ക്കണം. ഇതൊരു വരുമാനത്തിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയോ ലഭിക്കുന്ന ഒരു മാർഗമല്ല. ദൈവം തരുന്ന എല്ലാം ഒരു ബോണസ്. അതൊക്കെ മേടിച്ചോണം, സ്തോത്രം പറഞ്ഞ് മേടിച്ചോണം. ദൈവത്തിന്റെ സ്തോത്രം, അതെല്ലാം ഒരു ബോണസാ. ഈ സാംകുമരകൻ ഒരു ദൈവാസ്വരിക്ക് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കുറെ നാളൊരു വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പല കൺവെൻഷനൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ബസ്സിലൊക്കെ കയറിയാൽ പോകുന്ന സമയത്ത് എത്തത്തില്ല. അപ്പം കുറെ വർഷങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വണ്ടി കൊടുത്തു. അപ്പൊ വണ്ടി കൊടുത്തപ്പോൾ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞ എങ്ങനെയാ, ഇതൊരു ബോണസാ. ഹലോ, ഇത് അനുഗ്രഹമല്ല, ഇതൊരു ബോണസാ. എന്തിനാണെന്നറിയാമോ? കൂടുതൽ ഓടാൻ, കൂടുതൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ. ഇപ്പൊ ഇടയ്ക്ക് അങ്ങനെ ഒരു ബോണസ് ഒക്കെ, ചിലപ്പോ ഒരു ജോലി, ചിലപ്പോ ഒരു പ്രൊമോഷൻ ഒക്കെ ദൈവം, ഹലോ, ചിലപ്പോ ലൈസൻസ് ഒക്കെ ദൈവം, ചിലപ്പം ചെറിയ നന്മകളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഇതൊക്കെ നമുക്ക് ഓടാനുള്ള ഒരു ഫ്യൂവലാണ്, ബലമാണ്. അതൊരു അനുഗ്രഹമല്ല, അത്
ദൈവത്തിന്റെ ദാനമാണ്. അതൊക്കെ ദൈവം നമ്മളോട് കാണിക്കുന്ന ഒരു ഹലോ ജോലിയല്ല നമ്മുടെ ജീവിതം, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടിയാണ്. കർത്താവിന്റെ സ്നേഹമാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത്. ഈ ഒരായുസ് ദൈവം തരുമ്പോ കർത്താവെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് പ്രശ്നങ്ങളെ അതിജീവിച്ച് ആ വാഗ്ദത്ത കനാനിൽ എത്താനുള്ള ഒരു കൃപ എത്ര പേർ ഇന്ന് രാത്രി എനിക്ക് തരണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. പൗലോസ് ഈ സകലവും നന്മയ്ക്കെന്ന് പറയാൻ കാര്യം ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയും ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന വേദനയുമാണ് നമ്മുടെ നാളുകൾ എന്താണെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിനനുസരിച്ച ദുഃഖങ്ങൾ, വേദനകൾ, നിന്ദകൾ, ഞരക്കങ്ങൾ, രോഗങ്ങൾ, ഇതിനെയൊക്കെ അതിജീവിക്കുന്നതിനനുസരിച്ച സ്വർഗത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നേ? അപ്പൊ കഷ്ടത മാറാൻ പ്രാർത്ഥിക്കണോ അതോ സകലവും നന്മയ്ക്കാക്കി തീർക്കണം എന്ന്? പിന്നെ ചിലതൊക്കെ ദൈവം അനുവദിക്കുന്ന ഒരു പിടി നമ്മുടെ മേൽ ഇടാൻ എനിക്കും ഇടയ്ക്ക് തോന്നും. ഇടയ്ക്ക് ഒരു പിടി എന്റെ മേലും ദൈവം അപ്പം മനസ്സിലാണ് പെട്ടെന്നിരുന്ന് കരഞ്ഞോണം. കാരണം ചില പിടികൾ ദൈവം ഇടുന്നത് നന്മയ്ക്കാണ്. നന്മയ്ക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇന്ന് രാത്രി ഹോള് വിട്ട് പോകുമ്പോ പറയണം, സകലവും ദൈവം അനുവദിച്ച സകലവും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഈ മെസ്സേജ് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. സകലവും നന്മയ്ക്കാക്കി എന്ത് ചെയ്യുക? ഒന്നാമത്തെ വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നത് മറന്നോ? കഷ്ടത. 2 സങ്കടം. 3 ഉപദ്രവം. 4 വാക്കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. 4ാമത്തെ വാക്ക് പട്ടിണി. അതില്ലാത്തതിനായി സ്വതന്ത്രം ചെയ്താണ്. അതില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ഉണ്ടോ? ഇല്ല. 5ാമത്തേത് അതും ഇല്ലാത്തതിനായി സ്വാധീനം. അറ്റ്ലീസ്റ്റ് ഒരു 10 ജോഡിയെങ്കിലും ഉണ്ടോ? ബലമില്ലല്ലോ പറയാൻ പോലും 10 ജോഡിയെങ്കിലും ദൈവം. അടുത്തത് ആപത്ത്. അതും ഇല്ലല്ലോ. ഇല്ല. സ്വതന്ത്രം. 7ാമത്തേത് അതും ഇല്ലല്ലോ. പൗലോസിന്റെ ലിസ്റ്റേ അല്ല നമ്മുടെ ലിസ്റ്റ്. അപ്പൊ നാളെ ഒന്ന് ചിന്തിക്കാം നമ്മുടെ ലിസ്റ്റ് എന്താണെന്ന് ഒന്ന് കമ്പയർ ചെയ്യാം. നാളെ എല്ലാവരും വരുമോ? ഇന്ന് ഡ്യൂട്ടി ഇടണമെന്ന് വിളിച്ച് പറയോ? സ്തോത്രം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവേ, ജീവിതത്തിൽ ഇതൊക്കെ ദൈവം അനുവദിക്കണം. അതിന്റെ പിന്നിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ തികഞ്ഞവരായി നമ്മെ തീർക്കണമെന്ന്, ക്രിസ്തുവിൽ ഉപയോഗമുള്ളവരായി നമ്മെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ വചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. നാളെ